മീഡിയ വണിലെ മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ മുൻകൂർ ജാമ്യം തേടി സുരേഷ് ഗോപി. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി നടക്കാവ് പോലീസിനോടും മാധ്യമപ്രവർത്തകയോടും വിശദീകരണം തേടി. ദുരുദ്ദേശത്തോടെയല്ല ഇടപെട്ടത്, മാധ്യമപ്രവർത്തകയെ ഭരണകക്ഷി നിയന്ത്രിക്കുകയാണെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് കേസെടുത്തതെന്നുമാണ് സുരേഷ് ഗോപിയുടെ വാദം. മാധ്യമപ്രവർത്തകയെ അപമാനിച്ചെന്ന കേസിൽ കഴിഞ്ഞ ദിവസം ബി.ജെ.പി. നേതാവ് സുരേഷ് ഗോപിക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. ഇതിനു പിന്നാലെയാണ് നടക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യം തേടി സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ ഹൈക്കോടതി നടക്കാവ് പോലീസിനും പരാതിക്കാരിയായ മാധ്യമപ്രവർത്തകയ്ക്കും നോട്ടീസ് അയച്ചു. ജസ്റ്റിസ് സി പ്രദീപ് കുമാർ അധ്യക്ഷനായ അവധിക്കാല ബെഞ്ചിന്റേതാണ് നടപടി. 20-ലധികം ക്യാമറകൾക്ക് മുന്നിൽ വെച്ചായിരുന്നു മാധ്യമപ്രവർത്തകയെ സ്പർശിച്ചത്. ദുരുദ്ദേശത്തോടെയല്ല ഇടപെട്ടത്, രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പോലീസ് കേസെടുത്തത്. കരുവന്നൂർ തട്ടിപ്പ് കേസിലെ പ്രതിഷേധങ്ങൾ കാരണം ഭരണകക്ഷി രാഷ്ട്രീയ ശത്രുതയോടെ ചുമത്തിയ കേസാണിത്. മാധ്യമപ്രവർത്തക CPIM അംഗവും DYFI പ്രവർത്തകയുമാണ്. മകളുടെ വിവാഹം 17-ന് ഗുരുവായൂരിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ചടങ്ങിൽ BJPയുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കും. ചടങ്ങ് തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് സർക്കാർ കേസെടുത്തത്. താൻ തൃശൂരിൽ BJPയുടെ സ്ഥാനാർത്ഥിയാകുമെന്ന് അഭ്യൂഹമുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമപ്രവർത്തകയെ നിയന്ത്രിക്കുന്ന ഭരണകക്ഷി കണക്കുകൂട്ടലുകളോടെയാണ് മുന്നോട്ടു പോകുന്നത്. പോലീസ് ഭരണകക്ഷിയുടെ രാഷ്ട്രീയ ആയുധമായി മാറി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ചുമത്തിയ കേസായതിനാൽ മുൻകൂർ ജാമ്യം നൽകണം. ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്ന ഏതുപാധിയും അംഗീകരിക്കാമെന്നുമാണ് മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഉള്ളടക്കം. സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കും. റിപ്പോർട്ടർ, കൊച്ചി.